രണ്ടാം ദിവസം മാർച്ച് 28. ഇന്നത്തെ ആഘോഷങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ ബാർലോ സാഹിബിൻ്റെ ഒരു പ്രസംഗമായിരുന്നു. മിസ്റ്റർ ബാർലോ ഇന്ത്യയെ മനഃപൂർവ്വം സ്നേഹിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ഇന്ത്യയുമായുള്ള പരിചയം സാമാന്യം ദീർഘമായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾപ്പാൻ വളരെ ആളുകൾ കൂടിയിരുന്നു. ക്യാപ്റ്റൻ വാർലിക്കൻ അധ്യക്ഷം വഹിച്ചു. വിഷയം ഇന്ത്യയിലെ വ്യവസായ വിഷയത്തിലുള്ള പ്രയാസങ്ങൾ ആയിരുന്നു. മിസ്റ്റർ ബാർലോ 1 മണിക്കൂർ നേരം ഹൃദയംഗമമായി പ്രസംഗിച്ചു. സാഹിബിൻ്റെ പരിചയത്തിൽപ്പെട്ട പല സംഗതികളിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പല അഭിപ്രായങ്ങളെയും സകാരണം അദ്ദേഹം പ്രസ്താവിച്ചു. ഇന്ത്യയിലെ വ്യവസായ അഭിവൃദ്ധിക്കുള്ള പ്രധാനമായ തടസ്സങ്ങൾ 3 അവയിലൊന്ന് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയാണെന്നും മിസ്റ്റർ ബാർലോ ബലമായി വാദിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ജനങ്ങളെ സർക്കാർ ജീവനങ്ങളിലേക്ക് ഉന്തിവിടുന്നു എന്നും തന്നിമിത്തം ഈ നാട്ടിൽ എത്രയും അരിഷ്ടിച്ച് ഉപജീവിക്കുന്ന ഒരു വലിയ ഗുമസ്ത സൈന്യമുണ്ടെന്നും സാഹിബ് പ്രസ്താവിച്ചു. ഇന്ത്യക്കാർക്ക് വ്യവസായത്തിലും മറ്റും പണം മുടക്കാനുള്ള മടിയെപ്പറ്റി സാഹിബ് അവർകൾ ആക്ഷേപിക്കുകയും മരുമക്കത്തായം മലയാളികളുടെ ഇടയിൽ വരുത്തുന്ന അനർത്ഥങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആൽബർട്ട് നാട്ട് കമ്പനി മൂലം നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ധനത്തെ കട ഉണ്ടാക്കുന്നതിന് വിനിയോഗിച്ചിരുന്നു എങ്കിൽ 40 ലക്ഷം ഉറുപ്പിക നാട്ടുകാർക്ക് ആദായമുണ്ടാകുമായിരുന്നു എന്നും മിസ്റ്റർ ബാർലോ പറയുകയുണ്ടായി. ജപ്പാനിൽ ഉണ്ടാക്കുന്നത് പോലുള്ള കടകളെ ഇന്ത്യയിലും എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് സാഹിബിൻ്റെ അഭിപ്രായം. അധ്യക്ഷൻ മിസ്റ്റർ വാർലിക്കർ പ്രസംഗകന് നന്ദി പറഞ്ഞ് അന്നത്തെ ആ യോഗം അവസാനിച്ചു. വിശേഷവിധിയായി ചേർത്തലക്കാർ ശാകുന്തളം നാടകത്തെ 9 മണി മുതൽ 11 മണി വരെ അഭിനയിക്കുകയുണ്ടായി. 3-ാം ദിവസം മാർച്ച് 29. സായിപ്പന്മാരുടെ പ്രസംഗങ്ങൾ ഇന്നലെയോടെ അവസാനിച്ചതുകൊണ്ട് പന്തലിൽ മുൻപത്തെ പോലെ തിക്കും തിരക്കും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ 1-ാം പ്രാസംഗികൻ വേങ്ങയിൽ മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ നയനാറായിരുന്നു. വ്യവസായവും എൻ്റെ പരിചയവും എന്ന വിഷയത്തെപ്പറ്റി മിസ്റ്റർ നയനാർ എഴുതി അച്ചടിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന പ്രസംഗം അദ്ദേഹം തന്നെ വായിച്ചു. മിസ്റ്റർ നയനാരുടെ പ്രസംഗത്തിൽ നാട്ടുകാർ അവശ്യം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ച് സാരവത്തുക്കളായ അഭിപ്രായങ്ങൾ അടങ്ങിയിരുന്നു. 2-ാമത്തെ പ്രാസംഗികനായ തളിപ്പറമ്പ് കൃഷിത്തോട്ടം പരിശോധകനായ മിസ്റ്റർ ഗോവിന്ദക്കിടാവ് ഭാഷാശുദ്ധിയിൽ അശേഷം ദൃഷ്ടി വയ്ക്കാത്തതുകൊണ്ട് വിഷയം പ്രൗഢമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൊതുവെ തൃപ്തികരമായിരുന്നില്ല. വായനയിലുണ്ടായിരുന്ന അസ്പഷ്ടത കൊണ്ടും ഭാഷാ വൈകല്യങ്ങൾ കൊണ്ടും മിസ്റ്റർ കിടാവിൻ്റെ പ്രസംഗം ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് പോലുള്ള ഫലത്തെ പുറപ്പെടുവിച്ചിരുന്നില്ലെങ്കിൽ അത്ര അതിശയിക്കാനില്ലെന്നാണ് തോന്നുന്നത്. അനന്തരം ഇന്ത്യയിലെ നെയ്ത്തിനെപ്പറ്റി മിസ്റ്റർ മൂക്കോത്ത് കുമാരൻ്റെ ഒരു പ്രസംഗമാണ് ഉണ്ടായിരുന്നത്. മിസ്റ്റർ കുമാരൻ്റെ പ്രസംഗം വളരെ നന്നായി എന്നും സദസ്യർക്ക് അനൽപമായ ആശ്വാസത്തെയും സന്തോഷത്തെയും ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊള്ളട്ടെ. അതിൽ പിന്നെ പരവൂർ സാങ്കേതിക വിദ്യാശാല ഉടമസ്ഥൻ മിസ്റ്റർ KC ഗോവിന്ദൻ പ്ലാറ്റ്ഫോറത്തിൽ കയറി ലേയി സുവർക്കറിനെയും നെയ്ത്തിനെയും പറ്റി താൻ മറ്റൊരവസരത്തിൽ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടി ഇന്നത്തെ പ്രസംഗങ്ങൾ അവസാനിച്ചു. രാത്രി നീലേശ്വരക്കാരുടെ ഒരു നാടക അഭിനയമുണ്ടായിരുന്നു. 4-ാം ദിവസം മാർച്ച് 30. കാര്യപരിപാടി പ്രകാരം ഇന്ന് മലങ്കാടിനെപ്പറ്റി മിസ്റ്റർ ലഷിങ്ടൺ സാഹിബിൻ്റെ ഒരു പ്രസംഗമായിരുന്നു. സാഹിബിന് ഏതോ അസൗകര്യം നേരിട്ടതിനാൽ സ്ഥലത്ത് ഹാജരായി പ്രസംഗം വായിക്കുവാൻ നിവൃത്തിയില്ലാതെ വരികയും പ്രതിപുരുഷനായി വന്നയാൾ അദ്ദേഹം എഴുതിയേൽപ്പിച്ചിരുന്ന പ്രസംഗം വായിക്കുകയും ചെയ്തു. 5-ാം ദിവസം മാർച്ച് 31. ഇന്ന് മിസ്റ്റർ C. കരുണാകര മേനോൻ്റെ കൃഷി സഹായത്തെ സംബന്ധിച്ച പ്രസംഗവും
KC മാനവിക്രമൻ രാജ അവர்களுടെ കൈത്തൊഴിൽ വിദ്യാഭ്യാസത്തെപ്പറ്റിയുള്ള ഒരു പ്രസംഗവും ഉണ്ടായിരുന്നു. ഇവയ്ക്കൊക്കെയും പുറമെ ഏതാനും ചില്ലറ പ്രസംഗങ്ങളും വിനോദങ്ങളും ഉണ്ടായിരുന്നില്ലെന്നില്ല. സംഗീത പരീക്ഷയും നടക്കാതെ ഇരുന്നില്ല. എങ്കിലും അത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഭംഗിയായി കലാശിച്ചില്ല. യോഗ്യന്മാരായ ഭാഗവതന്മാർ തങ്ങളിൽ നടത്തുന്ന സാമർഥ്യ പരീക്ഷ പല വിധത്തിലും രസകരമായിരിക്കേണ്ടതാണല്ലോ. എങ്കിലും സംഗീതത്തിൽ ഒരു പരീക്ഷ നടത്തുന്നത് എത്രത്തോളം സുഖകരമായ ഒരു പ്രവൃത്തിയാണെന്ന് പലരും ശങ്കിച്ചിരുന്നിരിക്കാം. നിലമ്പൂർ രാജ അവർകളെയും വേറെ 2 യോഗ്യന്മാരെയുമായിരുന്നു പരീക്ഷകന്മാരായി തിരഞ്ഞെടുത്തിരുന്നത്. പ്രതീക്ഷിച്ചിരുന്നതുപോലെ സമർത്ഥന്മാരായ അധികം ഭാഗവതന്മാർ ഹാജരായിരുന്നില്ല. മഹാദേവ ഭാഗവതക്ക് ഒരു സ്വർണ്ണമുദ്രയും ഗോവിന്ദൻ എന്നൊരാൾക്ക് ഒരു പ്രശംസാപത്രവും കിട്ടി. പ്രദർശനം ഇത്രയും ഭംഗിയായി പര്യവസാനിച്ചതിന് പ്രദർശന കമ്മിറ്റിയെയും വിശിഷ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാനെയും എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാകയില്ല. മലബാർ കളക്ടർ AR നായ്പ സാഹിബ് അവർകൾ ആയിരുന്നു ഇതിൻ്റെ രക്ഷാധികാരി. മലബാർ ജില്ലയിലെ മറ്റുദ്യോഗസ്ഥന്മാരും രാജാക്കന്മാർ, സെമീന്ദാരന്മാർ തുടങ്ങി ഉന്നത ശാഖയിൽ ഇരിക്കുന്നവരും ഇതിലേക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്തിരുന്നു. കോഴിക്കോട്ടെ പ്രസിദ്ധ ജന്മിയും പരിഷ്കൃത ബുദ്ധിയുമായ CM രാരിച്ചൻ മൂപ്പൻ അവർകൾ പ്രദർശന കമ്മിറ്റിയുടെ പ്രസിഡന്റും, കൊറ്റ്യത്ത് രാമുണ്ണി വക്കീൽ അവർകൾ സെക്രട്ടറിയും, പെൻഷൻ തഹസീൽദാർ കണ്ണൂർ C കരുണാകരൻ അവർകൾ ഹൈക്കോർട്ട് വക്കീൽ, തലശ്ശേരി K കൃഷ്ണൻ അവർകൾ ഈ യോഗ്യന്മാർ ജോയിന്റ് സെക്രട്ടറിമാരായും പ്രവർത്തിച്ചു. തങ്ങൾ ഭരമേറ്റിരുന്ന കൃത്യം എത്രയും ഭംഗിയായി നിറവേറ്റിയെന്ന് കാണുന്നതിൽ അവരെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ പ്രദർശനം എന്ന ശീർഷകത്തിൽ 1082 കുംഭം മീനം ലക്കം വിവേകോദയത്തിൽ ചേർത്തിരുന്ന മുഖപ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ ഇവിടെ ചേർക്കുന്നത് സംഗതമാണെന്ന് വിചാരിക്കുന്നു. 4ാമത് വാർഷിക യോഗത്തോടൊന്നിച്ച് കണ്ണൂർ വെച്ച് നടത്താൻ ഏർപ്പാട് ചെയ്തു വന്ന യോഗം വക 2ാമത് പ്രദർശനം നിശ്ചയപ്രകാരം മാർച്ച് 27 ആരംഭിച്ച് ഇപ്പോൾ മംഗളമായും പൂർണ്ണ വിജയത്തോടു കൂടിയും അവസാനിച്ചിരിക്കുന്നു. വിചാരങ്ങളുടെ ആധിക്യത്താൽ വാക്കുകളുടെ പ്രസരിപ്പ് ചുരുങ്ങിപ്പോകുന്നത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് മാത്രമല്ല, വിവേകോദയത്തിൽ ഇക്കുറിയുള്ള സ്ഥലച്ചുരുക്കത്താലും പ്രദർശനത്തിൻ്റെ വിവരണങ്ങളിൽ സവിസ്തരം പ്രവേശിക്കാൻ സാധിക്കാത്തതിൽ ഞങ്ങൾ വ്യസനിക്കുന്നു. കണ്ടു തന്നെ അറിയേണ്ടവനായ ഈ കൃഷി വ്യവസായ പ്രദർശനത്തിൻ്റെ സ്വഭാവത്തെയും വലിപ്പത്തെയും അതിനെ നടത്തുന്നതിൽ കമ്മിറ്റിക്കാർ ചെയ്തിരുന്ന തൃപ്തികരങ്ങളും സ്തുത്യർഹങ്ങളുമായ ഏർപ്പാടുകളെയും ഓരോ വകുപ്പിലും സ്വരാജ്യത്തിലും വെളിയിലും നിന്ന് വന്നിരുന്ന കാഴ്ച സാധനങ്ങളുടെ ആശ്ചര്യകരമായ ബാഹുല്യത്തെയും അവയാൽ നിറയപ്പെട്ടതും ആപാദചൂടം നയനാഭിരാമമാവണ്ണം അലങ്കരിക്കപ്പെട്ടതുമായ പ്രദർശന ഭൂമിയെയും നാട്ടുകാരും യൂറോപ്യന്മാരുമായ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സഹകരണങ്ങളെയും യോഗ്യരായ പ്രധാന പ്രവർത്തകന്മാരുടെ അവിശ്രാന്തമായ ഉത്സാഹത്തെയും മാന്യരായ നായകന്മാരുടെ കീഴിൽ നയിക്കപ്പെട്ട ഓൾ ഇന്ത്യ സംഘത്തിൻ്റെ കൃത്യനിഷ്ഠയെയും പ്രസംഗകല, പ്രാമാണികരായ മാന്യന്മാരുടെ വിലയേറിയ പ്രസംഗങ്ങൾ, പല പ്രകാരത്തിൽ ഉല്ലാസപ്രദങ്ങളായ വിനോദങ്ങൾ ഇവയെയും കാഴ്ചക്കാരായ മാന്യ സ്ത്രീ പുരുഷന്മാരുടെ അഹോരാത്രമുള്ള തിക്കിത്തിരക്കലിനെയും മറ്റും പറ്റി പറഞ്ഞറിയിക്കാൻ പ്രയാസമായിട്ടുള്ളതാകുന്നു. ജനങ്ങൾക്ക് ജ്ഞാനസമ്പാദനത്തിന്, ജീവിത മത്സരത്തിൽ വിജയത്തിനും സുഗമമായ മാർഗദർശകവും പ്രശസ്തവും ഉല്ലാസപ്രദവുമായ ഇപ്രകാരമുള്ള പ്രദർശനങ്ങളുടെ ഗുണങ്ങളെപ്പറ്റി തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവരെക്കുറിച്ച് ദയ തോന്നേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ പ്രദർശനം കേരളത്തിന് പൊതുവേയും നമ്മുടെ സമുദായത്തിനും യോഗത്തിനും പ്രത്യേകമായും ഏറ്റവും അഭിമാനപ്രദവും സമുദായ സ്നേഹികളും സമുദായ നേതാക്കന്മാരുമായ കൊറ്റ്യത്ത് രാമുണ്ണി വക്കീൽ അവർകൾ, CM രാരിച്ചൻ മൂപ്പൻ അവർകൾ,
ഡോക്ടർ പൽപ്പു തുടങ്ങിയ യോഗ്യരായ പ്രധാന പ്രവർത്തകന്മാർക്ക് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായും ശുഭമായും അവസാനിച്ചു എന്ന് പ്രസ്താവിക്കുന്നതിൽ ഞങ്ങൾക്കുള്ള കൃതാർത്ഥതയും സന്തോഷവും ഏറ്റവും വലുതായിട്ടുള്ളതാകുന്നു.